ഡയറക്റ്റഡ് ബൈ മണിരത്നം. ആ ഒരു പേരിനോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ ആ ഒരു സിനിമയോടുള്ള ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എന്നൊക്കെ പറയുന്നത് ടോപ്പാണ്. കാരണം മൂപ്പര് ചെയ്തിട്ടുള്ള എല്ലാ മൂവീസും അടിപൊളിയാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടറും കൂടിയാണ്. ഒരുപാട് മൂവീസ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബോംബെ ആൻഡ് നായകൻ. അതിൽ നായകൻ വാസ് ലൈക്ക് മാൻ. ഗോഡ് ഫാദർ കഴിഞ്ഞാൽ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഗാങ്സ്റ്റർ മൂവി. അതും ഒരു ക്ലാസിക് മൂവിയാണ്. അങ്ങനത്തെ ഒരു മൂവി ചെയ്ത ഡയറക്ടർ, അത് മണിരത്നം കമലഹാസൻ കോംബോ ഇത്ര വർഷം ശേഷം വരുന്നു. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരു ലെവൽ ഉണ്ടല്ലോ. ആൻഡ് ആ ഒരു ഫസ്റ്റ് ടൈറ്റിൽ ടീസറൊക്കെ കണ്ടപ്പോൾ മാൻ അത് ഒന്നും പറയാനില്ല, അത്ര കിഡിലായിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടൈറ്റിൽ ടീസറും കൂടിയാണ്. ആ ഒരു ഫൈറ്റും ആ ഒരു ഡയലോഗ്സും അടിപൊളിയായിരുന്നു. സോ അങ്ങനത്തെ ഒരു ഫിലിമോഗ്രഫി ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറിന്റെ ഫിലിം കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് മൂവിയാണ് തഗ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുമടുത്ത ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഗാങ്സ്റ്റർ മൂവി ഉണ്ടല്ലോ. അതായത് നമ്മൾ ഗാങ്സ്റ്റർ മൂവീസ് ഒക്കെ എന്ന് കണ്ടു തുടങ്ങിയോ അന്ന് തൊട്ടുള്ള അതേ സ്റ്റോറി. ഒരു വലിയ ഗാങ്സ്റ്റർ ഉണ്ടാവുന്നു, പുള്ളിക്കാരന്റെ ടീമിനെ പുള്ളിക്കാരനെ ചതിക്കുന്നു, പിന്നെ റിവെഞ്ചിന് വരുന്നു. അതേ സ്റ്റോറി, അതേ ടെംപ്ലേറ്റ് അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഓരോ സീക്വൻസും ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഡയലോഗ്സും അല്ലെങ്കിൽ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു മൂവിയുടെ. അത്രയ്ക്ക് ബോറായിരുന്നു സീരിയസ്ലി. ഞാൻ എടുത്തു പറയാം, സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ബിഫോർ ആ ടൈറ്റിൽ കാർഡ് ഉള്ള ഒരു സീക്വൻസ് ഉണ്ട്. അത് കുറച്ച് നൈസ് ആയിരുന്നു. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അടിപൊളിയായിരിക്കും, നമ്മളെ നായകൻ പോലെ ഒരു ക്ലാസിക് ഐറ്റം ആണ് ഇനി വരാൻ പോകുന്നത് വിചാരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ സിനിമയുടെ എൻഡ് വരെ ഒരു സീക്വൻസ് പോലും എനിക്ക് അടിപൊളിയും തോന്നിയില്ല. ഈ ഒരു മൂവിയുടെ ആ ഒരു ടൈറ്റിൽ ടീസർ എന്ന ഒരു വൈബ് ഉണ്ടല്ലോ, കമലഹാസൻ ആ ഒരു മൂൺ നൈറ്റ് സ്യൂട്ടിലൊക്കെ വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്ത് കിട്ടിലും ഡയലോഗൊക്കെ പറഞ്ഞു പോകുന്ന man അതിന്റെ 7 അയലത്ത് എത്തുന്നില്ലേ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് മൂവി. കാരണം കമലഹാസനും സിംബു ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒക്കെ സ്ഥിരമായിട്ടുള്ള ടെംപ്ലേറ്റ് മൂവിയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ ആയിരിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ആ ഒരു തിയേറ്ററിൽ സിനിമ ഇരിക്കുന്ന ആ ഒരു മൂവ്മെന്റ് വരെ ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇത്ര വർഷം ശേഷം അവർ റീയൂണേറ്റ് ചെയ്യാണ്, അപ്പോൾ വരുന്ന മൂവി ആൻഡ് അതും ഒരു ഗാങ്സ്റ്റർ മൂവി, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട, ആ ലെവലിൽ ഞാൻ ഇരിക്കുക. പക്ഷെ സിനിമ ഒരു തരത്തിൽ പോലും എന്നെ ഒരു പോയിന്റ് പോലും ഓക്കെ അടിപൊളി അല്ലെങ്കിൽ ഇതൊരു മണിരത്നം പടമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു സീക്വൻസ് പോലും അല്ലെങ്കിൽ ഒരു സീൻ പോലും ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന മണിരത്നമാണെന്ന് നമുക്ക് തോന്നത്തില്ല. അങ്ങനത്തെ ഒരു ഫീലും ഇല്ലാത്ത ഒരു സിനിമ. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആണ്. കാരണം സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ സീൻ കൊള്ളായിരുന്നു, ഈ ഡയലോഗ് കൊള്ളായിരുന്നു, ഈ എക്സിക്യൂഷൻ കൊള്ളായിരുന്നു, അങ്ങനെ ഒന്നുമില്ല. സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത്? അതില്ലാതെ സിനിമയുടെ മേക്കിങ്ങും മറ്റതും മറിച്ചതും ക്യാമറ ടെക്നിക്ക് അത് ഇത് വിഷ്വല് ബാക്കി കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കിയാലും ആ ഒരു ബാക്ക് ബോൺ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു എലമെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഓക്കെ ടെക്നിക്കൽ വൈസ് അടിപൊളിയാണ്, നൈസാണ്, ക്യാമറ വർക്കും ബാക്കിയുള്ള എഡിറ്റിങ്ങും ആ ഒരു കളറിങ്ങും മ്യൂസിക്കും എല്ലാം നൈസാണ്, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് എല്ലാം ആണെങ്കിലും ശരി. എന്നാൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതുമില്ല. ഫസ്റ്റ് ഹാഫ് എല്ലാം ഭയങ്കര ലാഗാണ്. നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാലും വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇന്റർവൽ പോർഷനിലുള്ള സീക്വൻസ് കുറച്ച് നൈസായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ സെക്കൻഡ് ഹാഫ് പൊളിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫ് അതിനേക്കാളും ശോകം. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറും അവരതാണ്. ഒരു സ്നോ മൗണ്ടനിൽ പോയി കാണിക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു മണിരത്ന പടത്തിലൊക്കെ ഇങ്ങനെ കാണിക്കുമോ നമ്മൾ ചിന്തിച്ചു. ക്ലൈമാക്സ് ഒക്കെ ഞാൻ എടുത്ത് പറയുന്നില്ല, ക്ലൈമാക്സ് ഒക്കെ വേറൊരു ഹോളിവുഡ് മൂവി ആയിട്ടുള്ള ഒരു റെഫറൻസ് ഒക്കെ എനിക്ക് തോന്നി. അത് പറയുന്നില്ല ഏതാന്നുള്ളത്. ഞാൻ മണിരത്നം സിനിമയാണ് കണ്ടത്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് സിനിമ കണ്ടപ്പോൾ. ആൻഡ് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കുറച്ച് പെർഫോമൻസും കുറച്ച് സ്റ്റണ്ട് സീക്വൻസ് ഒക്കെയാണ്. കമലഹാസൻ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു പെർഫോമൻസ്. ആൻഡ് സിംബു കമലഹാസന്റെ കൂടെ നേർക്ക് നിൽക്കുന്ന കുറെ സീക്വൻസും ഡയലോഗ് ഡെലിവറിയും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ജോജു ഏട്ടൻ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ വിചാരിച്ചു സൈഡായി പോകുന്നു വിചാരിച്ചു, പക്ഷെ മൂപ്പര് നൈസ് ആയിരുന്നു. കുറച്ചും കൂടി സ്ക്രീൻ ടൈം വേണമെന്ന് തോന്നി. ചില അടിപൊളി ഡയലോഗ്സും ചില നൈസ് സീക്വൻസ് ഒക്കെ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഒരു കാർ സ്റ്റാൻഡും പിന്നെ ഒരു ഫൈറ്റും, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നൈസാണ്. മൂവിയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് മനസ്സിലാക്കിയ ശേഷം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ കുറച്ച് എലമെന്റ് സിനിമയിലുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓവറോൾ ആസ് ഒരു മണിരത്നം ഫാൻ ബോയോട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരിക്കലും മൂപ്പര് ഡയറക്ട് ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ 200% ഡിസപ്പോയിന്റ് ആണ് ഈ ഒരു മൂവിയിൽ. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. കാരണം നായകൻ പോലത്തെ ഒരു മൂവി ചെയ്ത ഡയറക്ടർ അല്ലെങ്കിൽ ആ കോംബോ കമലഹാസൻ ആൻഡ് മണിരത്നം ആ ഒരു കോംബോ ഇത്ര വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുണ്ട്. അതിന്റെ 7 അയലത്ത് ഈ സിനിമ വന്നിട്ടില്ല. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.